സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവവിളി ദിനം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ആ പ്രത്യേക വിളിയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസം. പ്രകാശത്തിൻ്റെ രശ്മികൾ ഹൃത്തിനൾ താരയിൽ മുത്തവേ ആ ദിവ്യ സ്നേഹത്തെ അപരനായി ചൊരിയുവാൻ ലോക ഇമ്പങ്ങളെ സ്വയമേ ത്യജിക്കുന്നു. നസ്രായനീശോതൻ സ്നേഹ പ്രകാശത്തിൻ്റെ രശ്മികൾ ഹൃത്തിനൾ താരയിൽ മുത്തവേ ആ ദിവ്യ സ്നേഹത്തെ അപരനായി ചൊരിയുവാൻ ലോക ഇമ്പങ്ങളെ സ്വയമേ ത്യജിക്കുന്നു. ഇഷ്ടങ്ങളൊക്കെയും ഏറെ ഇഷ്ടത്തോട് ഈശോദൻ ഇഷ്ടത്തിലൊന്നാക്കി തീർക്കാൻ സന്യാസയർപ്പണം. ആ പുണ്യജീവിതം ഏറെ കൊതിയോടെ സ്വന്തമാക്കിയിടുവാൻ ദാഹാർത്തയായി ഞാൻ ഹൃദയത്തിനിണങ്ങി വാണിടുവാൻ ആത്മീയ നന്മകൾ എന്നിൽ പകർന്നതും സ്നേഹത്തോടെ സഹചരാം സന്യസ്തർ പ്രതബദ്ധ ചൈതന്യം പൂർണ്ണമായി ജീവിക്കാൻ ഇന്നും കഴിയാതെ കുഴയുന്ന നേരത്തും ശാന്തിയായി ശക്തിയായി ജീവനുണർത്തുന്ന സന്യസ്ത സോദരർ കരുത്തിൻ സോദരർ കരുത്തിൻ കനലാണ്. വിശുദ്ധമാം സഭയിതിൽ ശ്രേഷ്ഠമാം സന്യാസം വിമല മനോഹരമായി രുചിക്കുവാൻ വിശ്വാസദീപം എന്നിൽ കൊളുത്തിയ വന്യരാം വൈദികർ ദൈവീക ദാനവും സൗഭാഗ്യരഹസ്യം സംത്യാഗമായി തെല്ലും ഗ്രഹിക്കുവാനാവാത്ത പാവങ്ങൾ അപവാദ വർഷങ്ങൾ തള്ളിത്തിമിർത്താലും തളരില്ല തകരില്ല പാഴ്വാക്കിൻ കൊടുങ്ക
ഘോഷിക്കും ഞാൻ. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് സന്യാസ ജീവിതത്തിന്റെ മനോഹാരിതയെക്കുറിച്ചാണ്. നീ എന്റേതാണ് എന്ന് ദൈവം നാം ഓരോരുത്തരോടും രഹസ്യമായി മന്ത്രിക്കുന്ന നിമിഷമുണ്ട്. ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ ആ മന്ത്രണം തിരിച്ചറിയുന്നതാണ് ദൈവവിളി. സന്യാസം എന്നത് ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് മറ്റുള്ളവർക്കായി നമ്മെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു വലിയ സമർപ്പണമാണ്. പ്രേക്ഷിതരുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ പോലെ, വേദപാരംഗതയായ അമ്മ ത്രേസ്യായെ പോലെ, കാരുണ്യത്തിന്റെ മാലാഖയായ മദർ തെരേസായെ പോലെ, വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ എവുപ്രാസ്യാമ്മ എന്നിവരെ പോലെ വലിയ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആത്മസമർപ്പണമാണ് സന്യാസം. ഒരിക്കൽ ഒരു കൊച്ചു പെൺകുട്ടി ചോദിച്ചു, സിസ്റ്ററെ, എന്തിനാണ് ഈ വെള്ള വസ്ത്രം ധരിക്കുന്നത്? ഞാൻ അവളോട് പറഞ്ഞു, ഇതൊരു വസ്ത്രമല്ല മോളെ, ഇതൊരു വാഗ്ദാനമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാമെന്നുള്ള വാഗ്ദാനം.
നിനക്കായി മാത്രം വേർതിരിക്കപ്പെട്ടോർ ഞങ്ങൾ. ഈ ദൈവവിളി ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സന്യാസത്തിലേക്കും വൈദിക ജീവിതത്തിലേക്കും മാത്രമല്ല, നമ്മളായിരിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന്. അതോടൊപ്പം ഓരോരുത്തർക്കും അവരവരുടെ ദൈവവിളി മനസ്സിലാക്കി അതിനോട് പ്രത്യുത്തരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും, അതിലുപരി എനിക്ക് സന്യാസ ദൈവവിളിയുണ്ടോ എന്ന ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. പരിമളമേകും സ്നേഹസൂര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഞങ്ങൾ ബഥനി സിസ്റ്റേഴ്സ്, ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനാൽ സ്ഥാപിതമായ സന്യാസിനി സമൂഹമാണ് ബഥനി.
KCMS അധ്യക്ഷയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മദർ ഡോക്ടർ ആർദ്ര SIC ആണ് ഞങ്ങളുടെ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ. 5 പ്രൊവിൻസുകളായി വളർന്നു വലുതായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ യേശുവിനെ ഇതുവരെ അറിയാത്ത ആളുകൾക്കിടയിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് ബഥനിയിലെ ധാരാളം സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നു. കൂടാതെ മറ്റു ഭൂഖണ്ഡങ്ങളിലും വിശിഷ്യ ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിലും സേവനം അനുഷ്ഠിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ ശുശ്രൂഷകളെ കൂടി ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈശോയുടെ സുവിശേഷത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ പേര് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ നിത്യാരാധന ചാപ്പലിൽ നിയോഗം സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രോഗ്രാമുമായി വീണ്ടും കാണാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.